ഈസി ലേണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിന്റെ മാത്സിലെ ആദ്യ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ബോർഡൊന്നും ഇല്ലാതെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കുക. അപ്പോ ക്ലാസ്സിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് ബോർഡൊന്നും ഇല്ലാതെയാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയി വിശദമായി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അല്പം ഗ്രാഫിക്സോട് കൂടിയാണ് ഈ പാഠഭാഗം പഠിക്കുന്നത്. അപ്പൊ തുല്യ ത്രികോണങ്ങൾ, രണ്ട് ത്രികോണങ്ങൾ തുല്യമാകാൻ ചില കണ്ടീഷനുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം ഒരു ഒരു നിയമം പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഊഹിക്കാം, ഇത് ഈ നിയമം വെച്ചാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിയമങ്ങൾ ആദ്യം പഠിക്കുന്നു, അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് തരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ രണ്ട് ത്രികോണങ്ങൾ തുല്യമാകാൻ ആകെ 3 നിയമങ്ങളാണ് ഉള്ളത്. ഷോർട്ട് ഫോം ഇട്ട് വിളിക്കുകയാണ് ഞാൻ. SSS ഒന്നാമത്തെ നിയമം, രണ്ടാമത്തെ നിയമം SAS, മൂന്നാമത്തെ നിയമം ASA. ഈ 3 നിയമങ്ങളാണ് രണ്ട് ത്രികോണങ്ങളുടെ തുല്യത, ഇക്വാളിറ്റി തെളിയിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ നിയമം SSS പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ സൈഡ് സൈഡ് സൈഡ്, അതായത് വശം വശം വശം. ഈ നിയമം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവർ തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്, ശ്രദ്ധിക്കണം. ഒപ്പം തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോ SSS പ്രകാരം രണ്ട് ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യം എന്താണ്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഇത് ട്രയാങ്കിൾ ABC ആണ്. AB 5 സെന്റിമീറ്റർ ഉണ്ട്, BC 4 സെന്റിമീറ്റർ ഉണ്ട്, AC 3 സെന്റിമീറ്റർ. ഈ ട്രയാങ്കിളിന്റെ അളവുകൾ ശ്രദ്ധിച്ചാൽ 5, 4, 3. ക്ലിയർ ആണല്ലോ? അതേപോലെ ഒരു ട്രയാങ്കിൾ ആണ് ഇത്, ട്രയാങ്കിൾ PQR. PQRന്റെ അളവുകൾ നോക്കൂ. PQ 5 സെന്റിമീറ്റർ, QR 4 സെന്റിമീറ്റർ, PR എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അപ്പൊ PQ 5 സെന്റിമീറ്റർ, QR 4 സെന്റിമീറ്റർ, PR 3 സെന്റിമീറ്റർ. ഈ രണ്ട് ട്രയാങ്കിളുകളുടെ, ഈ രണ്ട് ത്രികോണങ്ങളുടെ അളവുകൾ പരസ്പരം തുല്യമാണ് അല്ലെ? 5 ഇവിടെയുണ്ട്, 4 ഇതാണ്ട് ഇവിടെയുണ്ട്, രണ്ടിടത്തുണ്ട്, 3 ഇവിടെ രണ്ടിടത്തുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? AB = PQ = 5 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ABക്കും PQനും 5 സെന്റിമീറ്റർ അല്ലേ നീളം. അടുത്ത നമ്മൾ എഴുതും BC = QR = 4 സെന്റിമീറ്റർ. BCയുടെ നീളവും QRന്റെ നീളവും നമുക്ക് 4 സെന്റിമീറ്റർ ഉണ്ട്. അടുത്ത നമ്മൾ എന്ത് എഴുതും? AC = PR = 3 സെന്റിമീറ്റർ. ACയുടെ നീളവും PRന്റെ നീളവും എന്താണ്? 3 സെന്റിമീറ്റർ. വശങ്ങളെല്ലാം പരസ്പരം തുല്യമായതുകൊണ്ട് നമ്മൾ പറയും these two triangles are equal. ട്രയാങ്കിൾ ABC = ട്രയാങ്കിൾ PQR. ത്രികോണം ABC = ത്രികോണം PQR. അപ്പൊ ഇവർ തുല്യ ത്രികോണങ്ങൾ. നമ്മൾ പറഞ്ഞിരുന്നു, തുല്യ ത്രികോണങ്ങൾ SSS പ്രകാരം രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായാൽ പിന്നീടുള്ള കാര്യം എന്താണ്? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ AB-യുടെ എതിരെയുള്ള കോൺ ഏതാന്ന് നോക്കി പറ. AB-യുടെ എതിരെയുള്ള കോൺ C, ആംഗിൾ C ആണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നല്ലേ? അപ്പൊ AB-യുടെ എതിരെയുള്ള കോണാണ് ഏത്? ആംഗിൾ C എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ AB-ക്ക് തുല്യമായ വശം ഏതാ? ഈ ട്രയാങ്കിളില് PQ അല്ലേ? അപ്പൊ PQന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? R ആണ്. അപ്പൊ എനിക്ക് എഴുതാം ആംഗിൾ C =
ആംഗിൾ ആർ. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആംഗിൾ സിയും ആംഗിൾ ആറും എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം അവർ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത നോക്ക്, ബി സി ഇസ് ഈക്വൽ ടു പി ആർ ആണ് അല്ലെ, സോറി ക്യു ആർ ആണ് അല്ലെ. ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ അല്ലെ. അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ആംഗിൾ എ എന്ന് പറയുന്നത്? ക്യു ആറിന് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ആംഗിൾ പി എന്ന് പറയുന്നത്? അപ്പൊ എനിക്ക് എഴുതാം ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു അല്ലെ, സോറി ആംഗിൾ പി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. സംശയമുണ്ടോ? ബി സി എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ അല്ലേ ആംഗിൾ എ എന്ന് പറയുന്നത്? ക്യു ആർ എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ അല്ലേ ആംഗിൾ പി? അപ്പൊ എനിക്ക് എഴുതാമല്ലോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ, മനസ്സിലായി കാണുമല്ലോ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, അടുത്തത് നോക്കൂ, എ സിക്ക് തുല്യമായ വശമാണ് പി ആർ എന്ന് പറയുന്നത്. അപ്പൊ എ സിക്ക് ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന ആംഗിൾ ബിയും പി ആറിന് ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന ആംഗിൾ ക്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എനിക്ക് എഴുതാം ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ക്ലിയർ ആയി മനസ്സിലായല്ലോ. അപ്പോ ഇതാണ് എസ് തിയറം. അപ്പോൾ ട്രയാങ്കിൾസിന്റെ ഇക്വാലിറ്റിയിലേക്കുള്ള രണ്ടാമത്തെ നിയമത്തിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. എസ് സൈഡ് ആംഗിൾ സൈഡ്, അതായത് ഒരു വശം ഒരു കോൺ മറ്റൊരു വശം, ഇങ്ങനെയാണ് പഠിക്കുന്നത്. എന്താണ് നിയമം എന്ന് ചോദിച്ചാൽ, ഇഫ് two sides and angle between them of a triangle are equal to two sides and angle between them of another triangle, then these two triangles are equal. അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും അവയ്ക്കിടയിലുള്ള ആംഗിളും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമായാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓൾസോ their third sides and angles opposite to equal sides are equal. അപ്പോൾ ശ്രദ്ധിക്കുക, SAS പ്രകാരം രണ്ട് ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, അവരുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമായിരിക്കും. പിന്നെ പഴയ പറഞ്ഞ കാര്യം തന്നെ, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. their third sides are equal and angles opposite to equal sides are equal. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം കൂടെ അധികം, എന്താണ്? their third sides, അവരുടെ മൂന്നാമത്തെ വശങ്ങൾ തുല്യമായിരിക്കും. ആൻഡ് angles opposite to equal sides are equal. ക്ലിയർ ആയോ? മനസ്സിലായോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇതാ നോക്ക്, ഈ ട്രയാങ്കിൾ നോക്ക്. ട്രയാങ്കിൾ എ ബി സി കണ്ടോ? ഈ ട്രയാങ്കിൾ കണ്ടോ? അതിൽ എ ബി 4 സെന്റിമീറ്റർ ആണ്, ബി സി 7 സെന്റിമീറ്റർ ആണ്. ആ എ ബിയുടെയും ബി സിയുടെ ഇടയിലുള്ള ആംഗിൾ ബി 30 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ട്രയാങ്കിൾ ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഇതിന്റെ പി ക്യു 4 സെന്റിമീറ്റർ ആണ്, ക്യു ആർ 7 സെന്റിമീറ്റർ ആണ്. പി ക്യു ക്യു ആറോടെ ചേരുന്ന ക്യൂവിലെ ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, എ ബി ഇസ് ഈക്വൽ ടു പി ക്യു അല്ലെ. എ ബിയും പി ക്യു എന്താണ്? തുല്യമാണ്. അത് രണ്ടിന്റെ നീളം 4 സെന്റിമീറ്റർ. ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ, ബി സിയും ക്യു ആറും എന്താണ്? തുല്യമാണ്. അവരുടെ രണ്ടുപേരുടെ നീളം 7 സെന്റിമീറ്റർ. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ആംഗിൾ ക്യൂ എത്ര ഡിഗ്രി വീതമുണ്ട്? 30 ഡിഗ്രി വീതമുണ്ട്. അത് ആ രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള കോൺ തന്നെയല്ലേ? ശ്രദ്ധിക്കുക, ഈ 30 ഡിഗ്രി വേറെ ഒരു പോയിന്റാണ്. അതായത് ഇതിപ്പോ ബിയിൽ വന്ന 30 ഡിഗ്രി സിയിലാണ് വന്നതെങ്കിൽ ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആവുകയില്ല. അല്ലെങ്കിൽ ഇത് 30, ഈ രണ്ട് തുല്യമായ വശങ്ങൾക്കിടയിൽ തന്നെ വരണം ഏത് ആംഗിൾ. അതായത് അല്ലാതെ രണ്ട് വശങ്ങളും തുല്യമായ ഏതെങ്കിലും രണ്ട് ആംഗിളും തുല്യമായതുകൊണ്ട് ട്രയാങ്കിളുകൾ എന്താവില്ല? ഈക്വൽ ആവില്ല, തുല്യമാവില്ല. ഈ രണ്ട് തുല്യ വശങ്ങൾ രണ്ടെണ്ണം വേണം താനും, അവർക്കിടയിൽ തന്നെ ഈ ആംഗിളും തുല്യമായിട്ട് വരണം. എങ്കിൽ മാത്രമേ ഇവർ എന്താവുള്ളൂ? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ശരി, തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞു. ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇനി കഴിഞ്ഞുള്ള കാര്യം പറയുകയാണ്. their third sides are equal. അവരുടെ മൂന്നാമത്തെ വശങ്ങൾ തുല്യമായിരിക്കും. ഇവിടെ എ ബിയുടെ നീളമുണ്ട്, ബി സിയുടെ നീളമുണ്ട്. അപ്പൊ ഇനി ഇല്ലാത്ത മൂന്നാമത്തെ വശം ഏതാണ്? എ സി അല്ലേ? അപ്പൊ എ സി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ പി ആർ. എ സി ഇസ് ഈക്വൽ ടു പി ആർ. അത് എത്രയോ ആയിക്കോട്ടെ, അളവ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്തായിരിക്കും? തുല്യമായി. എ സി ഇസ് ഈക്വൽ ടു പി ആർ. പിന്നെന്താ പറയുന്നത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്ക്, എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ആംഗിൾ സി. ഇവിടെ പി ക്യൂവിന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ?
ആംഗിൾ ആർ. അപ്പൊ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. അടുത്തത് ബിസിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആംഗിൾ എ. ഇവിടെ ക്യു ആറിന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആംഗിൾ പി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. കോൺ എ സമം കോൺ പി. ഓക്കെ അല്ലേ? ഈ ആംഗിളിനെ പറ്റി, അതായത് ബിയുടെയും ക്യൂവിന്റെ ആംഗിളിനെ പറ്റി പറയേണ്ട കാര്യം അത് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നെ എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായോ? സംശയമുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? സ്വൈപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ഇത് കേൾക്കുക, കൃത്യമായി കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ശരി. അപ്പോ ത്രികോണങ്ങൾ തുല്യമാകാനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും നിയമത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിയമത്തിന്റെ പേര് ASA, ആംഗിൾ സൈഡ് ആംഗിൾ. അതായത് കോൺ വശം കോൺ. അല്ലെ? കേൾക്കുമ്പോ തന്നെ ഇപ്പൊ രണ്ടെണ്ണം കേട്ടപ്പോ ഒരു ഐഡിയ കിട്ടിക്കാണും ഇത് എങ്ങനെയായിരിക്കുമെന്ന്. ഒരു വശവും അതിന്റെ രണ്ടറ്റത്ത് എന്തും വരണം? ആംഗിൾസും തുല്യമായിട്ട് വരണം രണ്ടിടത്തും. ASA, എസ് സൈഡ്, അപ്പുറം ഇപ്പുറം എന്ത്? ആംഗിൾസ്. അപ്പൊ ഒരു വശവും അപ്പുറം ഇപ്പുറമുള്ള കോണുകളും രണ്ടിടത്തും എന്തായിട്ട് വരണം? തുല്യമായിട്ട് വരണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇഫ് വൺ സൈഡ് ആൻഡ് ആംഗിൾസ് ഓൺ either സൈഡ് ഓഫ് എ ട്രയാംഗിൾ, രണ്ട് സൈഡിലുമുള്ള ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ആംഗിൾസ് ഓൺ either സൈഡ്സ് ഓഫ് another triangle ആർ ഈക്വൽ, then these two triangles are equal. Also, their third angles are equal. Their third angles are equal, and sides opposite to equal angles are equal. മനസ്സിലായോ? നേരത്തെ പറഞ്ഞതിൽ നേരെ തലതിരിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ ഇരുവശത്തുമുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ ഇരുവശത്തുമുള്ള കോണുകൾക്കും തുല്യമായാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും. ഒപ്പം അല്ലെങ്കിൽ കൂടെ ഇവരുടെ മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. ഇവരുടെ മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അതായത് ഇവർ ഈക്വലായി കഴിയുമ്പോൾ ഇവരുടെ രണ്ട് കോണുകൾ നമ്മൾ നേരത്തെ SIS പറഞ്ഞില്ലേ, അവിടെ രണ്ട് വശങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താ പറഞ്ഞേ? തേർഡ് സൈഡ്സ് ആരെങ്കിലും അവരുടെ മൂന്നാമത്തെ വശങ്ങൾ തുല്യമായിരിക്കും. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അവരുടെ മൂന്നാമത്തെ, ഇപ്പൊ ഇവിടെ ASA രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്, രണ്ട് ആംഗിൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് their third angles are equal. അവരുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമായിരിക്കും. എന്നിട്ടോ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. നേരത്തെ പറഞ്ഞത് നേരെ തലതിരിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ച് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ട്രയാംഗിൾ നോക്കൂ. ട്രയാംഗിൾ ABC. ട്രയാംഗിൾ ABCയുടെ ABയുടെ നീളം 5 സെന്റിമീറ്റർ. ആംഗിൾ A 40 ഡിഗ്രി, ആംഗിൾ B 50 ഡിഗ്രി. അപ്പൊ ABയുടെ AB 5 സെന്റിമീറ്റർ, A 40 ഡിഗ്രി, B 50 ഡിഗ്രി. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഒരു ട്രയാംഗിൾ നോക്കൂ. ട്രയാംഗിൾ PQR എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ. PQന്റെ നീളം 5 സെന്റിമീറ്റർ, Pയിൽ 40 ഡിഗ്രി, Qയിൽ 50 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ AB is equal to PQ ആണ്. 5 സെന്റിമീറ്റർ എഴുതാം. AB equal to PQ is equal to 5 സെന്റിമീറ്റർ എഴുതാമല്ലോ. അടുത്ത് എഴുതാം. ആംഗിൾ A is equal to ആംഗിൾ P. A equal to ആംഗിൾ P. ആംഗിൾ A equal to ആംഗിൾ P is equal to 40 ഡിഗ്രി എഴുതാം. കുഴപ്പമില്ലല്ലോ. അടുത്ത ആംഗിൾ B is equal to ആംഗിൾ Q is equal to 50 ഡിഗ്രി എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ പറയും these two triangles are equal by ഏത് പ്രോപ്പർട്ടി? ASA പ്രോപ്പർട്ടി പ്രകാരം ഈ രണ്ട് ട്രയാംഗിളുകൾ എന്തായി? ഈക്വൽ ആയി കഴിഞ്ഞു. ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നത് തേർഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടുത്തെ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ C, ഇവിടുത്തെ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ R. ആംഗിൾ C is equal to ആംഗിൾ R. നമുക്ക് എഴുതാം. ആംഗിൾ C is equal to ആംഗിൾ R. ഓൾസോ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ A 40 ഡിഗ്രി അല്ലേ? ആംഗിൾ എക്ക് എതിരെയുള്ള വശം ഏതാ? BC അല്ലെ? ഇവിടെ ആംഗിൾ P 40 ഡിഗ്രി അല്ലേ? Pക്ക് എതിരെയുള്ള വശം ഏതാ? Q ആണ്. അപ്പൊ നമുക്ക് എഴുതാം BC is equal to QR. BC is equal to QR എഴുതാമല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത് നോക്കൂ. ആംഗിൾ ഏത് ആംഗിളാ ഉള്ളത്? ആംഗിൾ B എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? AC അല്ലെ?
ഇവിടെ 50 ഡിഗ്രിയുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ക്യൂ ആണ്. അപ്പൊ ക്യൂന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? ആംഗിൾ ക്യൂന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? PR. അപ്പൊ നമ്മൾ എന്ത് എഴുതും? AC is equal to PR. മൂന്നാമത്തെ സൈഡ് എഴുതേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി എന്തുണ്ട് നമ്മുടെ ഈക്വൽ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 3 തിയറങ്ങളും അത് തുല്യമാണെന്ന് തെളിയിക്കുന്നതും തുല്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഈ 3 നിയമങ്ങൾ കൃത്യമായി എഴുതി വെച്ച് പഠിക്കുക, നല്ല വൃത്തിയായി പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് എന്ത് പ്രശ്നം വരില്ല. ഇപ്പൊ ഈ ഒരു ഇടയ്ക്ക് ഒരു നിയമവും അതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്താലുള്ള കുഴപ്പം, ആ നിയമത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്ത വെച്ച് നമ്മളങ്ങ് ചെയ്തു, ആലോചിച്ച് ചെയ്യില്ല, ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്സ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യും. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, 2 ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അവയ്ക്ക് തുല്യ പരപ്പളവായിരിക്കും. ദേ ഹാവ് ഈക്വൽ ഏരിയ. അവരുടെ ഏരിയകൾ എന്തായിരിക്കും? തുല്യമായി. ഏത് നിയമം വെച്ചായാലും 2 ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അവരുടെ ഏരിയകൾ, their areas are equal. അവരുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. അതുകൂടി ഈ അവസരത്തിൽ നിന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി മട്ടത്രികോണങ്ങൾ തുല്യമാവുന്ന കേസിൽ നമുക്ക് മറ്റൊരു തിയറമുണ്ട്, RHS തിയറം എന്ന് പറയുന്ന തിയറമുണ്ട്. തൽക്കാലം നമുക്ക് വേണ്ട ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 3 തിയറങ്ങൾ. ശ്രദ്ധയോടെ വൃത്തിയായി പഠിക്കുക. ഓക്കെ.